ഹായ് ഫ്രണ്ട്സ്, പി സി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസംബറിൽ വരാനിരിക്കുന്ന 10th പ്രിലിമിനറിക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ PYQs ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വൺ ഷോട്ട് വീഡിയോസ് എല്ലാം തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമ്മളെടുത്ത എല്ലാ ടോപ്പിക്കുകളും കൂടെ മെർജ് ചെയ്തിട്ട് എല്ലാ സബ്ജക്റ്റിൻ്റെയും വൺ ഷോട്ട് വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ കേരള ചരിത്രത്തിൻ്റെയൊക്കെ വൺ ഷോട്ട് വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടതാണ്. അപ്പോൾ ഇന്ന് കേരള ചരിത്രത്തിൽ നിന്നുള്ള PYQs ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി ഇന്ത്യ ഭൂമിശാസ്ത്രത്തിൽ നിന്നുള്ള PYQ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 100ഓളം PYQs 2021 PSC ചോദിച്ചിട്ടുള്ള 10th പ്രിലിമിനറി ലെവലിൽ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസുമാണ് നമ്മളതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ കേരള ചരിത്രത്തിൽ നമ്മളൊരു 150 PYQs ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 2021 ചോദിച്ചിട്ടുള്ള എല്ലാ 10th പ്രിലിമിനറി ലെവലിൽ ചോദിച്ചിട്ടുള്ളതും LGS മെയിൻസിന് ഈ ഒരു ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുള്ളതുമായിട്ടുള്ള നല്ല നല്ല ക്വസ്റ്റ്യൻസാണ് നമ്മളിതിലെല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാം PDF നമ്മുടെ ടെലിഗ്രാമിൽ അവൈലബിൾ ആണ്. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതേപോലെ തന്നെ വൺ ഷോട്ട് വീഡിയോ പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവരെ കാണുക. അപ്പോൾ നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. പിന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു വീഡിയോ നമ്മൾ എക്സാമിന് മുന്നായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ? വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് ആരുടെ പ്രശസ്തമായ വാക്കുകളാണിത്. അപ്പോൾ ഈ നവോത്ഥാനം നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താക്കളെ പറ്റിയിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് കേരളത്തിൽ നടന്നിട്ടുള്ള ഇന്ത്യ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്നിട്ടുള്ള മുന്നേറ്റങ്ങളെ പറ്റിയിട്ടുള്ള ഇതിന് താഴ്ഭാഗത്തൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അപ്പോൾ വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് ആരുടെ പ്രശസ്തമായ വാക്കുകളാണിത്. ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു പോവാണ്. ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കാണുക. ഓക്കെ. അപ്പോൾ വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന് ഉദ്ബോധിപ്പിച്ചത് ആരാണ്? വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക. ആരാ? ശ്രീനാരായണ ഗുരു തന്നെയാണ്. ശ്രീനാരായണ ഗുരു. ഇനി ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട വസ്തുതകളുടെ ശരിയായിട്ടുള്ള ജോഡി, ഇതിലെ ശരിയായിട്ടുള്ള ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അരുവിപ്പുറം പ്രതിഷ്ഠ എന്നാണ് 1888 ടാഗോറിൻ്റെ ദർശനം 1922 ഗാന്ധിജിയുടെ സന്ദർശനം 1925 ഗുരുവിൻ്റെ സമാധി എന്ന 1928 1928 ഗുരുവിൻ്റെ സമാധി. ഓപ്ഷൻ സി ആണ് ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? ശ്രീനാരായണ ഗുരു ജനിച്ചത് ചെമ്പഴന്തിയിലാണ്. ചെമ്പഴന്തി. സാമൂഹിക രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം. സാമൂഹ്യ രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത് എവിടെയാണ്? അരുവിപ്പുറത്താണ് കേട്ടോ. ഓപ്ഷൻ എ അരുവിപ്പുറം. ശ്രീനാരായണ ഗുരു അവസാനം നടത്തിയ പ്രതിഷ്ഠ എവിടെയാണ്? ശ്രീനാരായണ ഗുരു അവസാനം നടത്തിയ പ്രതിഷ്ഠ എവിടെയാണ്? കളവൻകോടാണ്. ഓപ്ഷൻ ഡി കളവൻകോട്. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത്. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാ? ജി ശങ്കരക്കുറുപ്പാണ്. ജി ശങ്കരക്കുറുപ്പ്. ഇനി ആത്മോപദേശ ശതകത്തിൻ്റെ കർത്താവ്. ആത്മോപദേശ ശതകത്തിൻ്റെ കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവാണ്. താഴെ പറയുന്നവയിൽ ഗ്രൂപ്പിൽ പെടാത്തത് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഈ തന്നിട്ടുള്ളതിൽ ഓരോരുത്തരുടെ കൃതിയെ പറ്റിയിട്ടാണ് തന്നിട്ടുള്ളത്. ഇതിൽ ഗ്രൂപ്പിൽ പെടാത്തത് ഓപ്ഷൻ ഡി ആണ്. നിജാനന്ദ വിലാസം. അത് ചട്ടമ്പിസ്വാമികളുടെയാണ്. ബാക്കിയുള്ള മൂന്നും ശ്രീനാരായണ ഗുരുവിൻ്റെയാണ്. ദർശനമാല, ദൈവദശകം, ശിവശതകം എന്നൊക്കെ പറയുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെയാണ്. താഴെ തന്നിരിക്കുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റേത് അല്ലാത്ത കൃതി ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഇതിലല്ലാത്ത ഏതാ? ആത്മോപദേശ ശതകം, ദൈവദശകം, ദർശനമാല ഇതെല്ലാം ശ്രീനാരായണ ഗുരുവിൻ്റെയാണ്. അതിലല്ലാത്തത് ജാതിക്കുമ്മിയാണ്. ജാതിക്കുമ്മി പണ്ഡിറ്റ് കറുപ്പൻ്റെ ആണത്. ഇനി ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ഏതാ? ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യമാണ് ശ്രീലങ്ക. ശ്രീലങ്കയാണ്. ഇനി വിവേകോദയം മാസികയുടെ സ്ഥാപകൻ ആരാ? വിവേകോദയം മാസികയുടെ സ്ഥാപകൻ കുമാരനാശാനാണ്. കുമാരനാശാൻ നമുക്കറിയാം. വിവേകോദയം SNDPയുടെ മുഖപത്രമാണ്. SNDP സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. ഇനി അയ്യങ്കാളി ജനിച്ച ദിവസം വിത്ത് ഡേറ്റ് അത് ചോദിച്ചിട്ടുള്ളതാണ്. അയ്യങ്കാളി ജനിച്ച ദിവസം 1863 ഓഗസ്റ്റ് 28 കേട്ടോ. അപ്പോൾ ഓഗസ്റ്റ് 28. വർഷം ഇവിടെ എല്ലാം സെയിമാണ് തന്നിട്ടുള്ളത്. നമ്മൾ മാസം വരെ അപ്പോൾ പഠിച്ചു വെക്കണം. വിത്ത് ഡേറ്റ് പഠിക്കണം. ഇനി 1980 അയ്യങ്കാളി പ്രതിമ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാ? ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി.
ഓക്കെ, സാമൂഹിക പരിഷ്കർത്താവായിട്ടുള്ള അയ്യങ്കാളിയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാ? ഓപ്ഷൻ ഡി ആണ്. 1ഉം 3ഉം ശരിയാണ്. 1983 തിരുവനന്തപുരത്തിനടുത്ത് വെങ്ങാനൂരിലാണ് ജനിച്ചിട്ടുള്ളത്. 1907 സാധുജന പരിപാലന സംഘം എന്ന സംഘടന രൂപീകരിച്ചു. ഇത് തെറ്റാണ്. പുലയരുടെ രാജാവ് എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു അല്ല, ആരാ? ഗാന്ധിജിയാണ്. ഇനി അയ്യങ്കാളിയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ വീണ്ടും ചോദിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പാണ്. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് ബി ആണ്. 3ഉം 4ഉം ശരിയാണ്. 1937 അയ്യങ്കാളിയെ സന്ദർശിച്ച ഗാന്ധിജി അദ്ദേഹത്തെ പുലയ രാജാവ്, കണ്ടോ, പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചു. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. ഇനി ഇത് സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് വില്ലുവണ്ടി സമരം നടത്തിയത് 1915 എന്നാണ് 1893 കല്ലുമാല സമരമാണ് 1915. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യണം, തല തിരിച്ചാണ് തന്നിട്ടുള്ളത്. ഇനി അയ്യങ്കാളിയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ തെറ്റായുള്ളത് എന്താ? സാധുജന പരിപാലന സംഘം രൂപീകരിച്ചു, ശരിയാണ്. തിരുവിതാംകൂർ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നു, ശരിയാണ്. വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകി, ശരിയാണ്. തിരുവനന്തപുരം കണ്ണൻമൂലയിൽ ജനിച്ചു, തെറ്റാണ്. കണ്ണൻമൂലയിൽ ജനിച്ചതാരാ? ചട്ടമ്പിസ്വാമികളാണ്, ചട്ടമ്പിസ്വാമികൾ. ഇനി അയ്യങ്കാളിയുടെ ജീവചരിത്രത്തിലെ ചില പ്രധാന സംഭവങ്ങളാണ് തന്നിട്ടുള്ളത്. ശരിയായത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. എയും സിയും ശരിയാണ്. 1893 വില്ലുവണ്ടി യാത്ര, 1907 സാധുജന പരിപാലന സംഘം, 1905 നിലത്തെഴുത്ത് പള്ളിക്കൂടം സ്ഥാപിച്ചു, 1910 തിരുവിതാംകൂർ പ്രജാസഭയിൽ അംഗമായി. ഇതെല്ലാം തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ്. അപ്പോൾ അയ്യങ്കാളിയെ പറ്റി കണ്ടോ, ഈ 2 വർഷങ്ങളും എടുത്ത് കുറേ തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും പഠിച്ചു വയ്ക്കാം. ഇനി കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് വേദിയായിട്ടുള്ള സ്ഥലം. കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരം എവിടെയാണ്? വെങ്ങാനൂരാണ് നടന്നിട്ടുള്ളത്. ഈ കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക തൊഴിലാളി സമരം ആരുടെ നേതൃത്വത്തിലാണ് നടന്നിട്ടുള്ളത്? ആരുടെ നേതൃത്വത്തിലാണ്? അയ്യങ്കാളിയുടെയാണ്. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ്, അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ. ഇനി വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വില്ലുവണ്ടി സമരം, അയ്യങ്കാളിയാണ്, അയ്യങ്കാളി. ഇനി പഞ്ചമി എന്ന ദളിത് വിദ്യാർത്ഥിനിയെ ഊരുട്ടമ്പലം സ്കൂളിൽ പ്രവേശിക്കുന്നതിനെ സവർണ സമുദായക്കാർ എതിർത്തതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭം. പഞ്ചമി എന്ന ദളിത് വിദ്യാർത്ഥിനിയെ ഊരുട്ടമ്പലം സ്കൂളിൽ പ്രവേശിപ്പിക്കുന്നതിനെ സവർണ സമുദായക്കാർ എതിർത്തതിനെ തുടർന്നുണ്ടായിട്ടുള്ള പ്രക്ഷോഭം ഏതാണ്? 90-ാം ആണ്ട് ലഹള. 1915 90-ാം ആണ്ട് ലഹള. ഊരുട്ടമ്പലം ലഹള എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്, കണ്ടോ, ഊരുട്ടമ്പലം സ്കൂളാണ്. അപ്പോൾ ഊരുട്ടമ്പലം ലഹള, 90-ാം ആണ്ട് ലഹള എന്നൊക്കെ അറിയപ്പെടുന്നു. ഇനി വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം 1915 തന്നെയാണ്. കല്ലുമാല സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് ആര് തന്നെയാണ്? അയ്യങ്കാളി തന്നെയാണ്. ഇനി സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത്, നമ്മൾ കുറേ തവണ പറഞ്ഞു, സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്, 1907. ഇനി ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരുപ്പിക്കും. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരുപ്പിക്കും. ഇതാരുടെ പ്രഖ്യാപനമാണ്? ആരുടെയാണ്? ഓപ്ഷൻ ഡി ആണ്, അയ്യങ്കാളിയുടെ വാക്കുകളാണത്. ഇനി അയ്യങ്കാളിയെ ഗാന്ധിജി സന്ദർശിച്ച വർഷം എന്നാണ്? അയ്യങ്കാളിയെ ഗാന്ധിജി സന്ദർശിച്ചത് 1937 1937. ഇനി പ്രാചീന മലയാളം എന്ന കൃതി ആരുടെയാണ്? പ്രാചീന മലയാളം എന്ന കൃതി ആരുടെയാ? ഓപ്ഷൻ ബി ആണ്, ചട്ടമ്പിസ്വാമികളുടെയാണ്. ഇനി ചട്ടമ്പിസ്വാമികളെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉം ശരിയാണ്. 1892 സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പിസ്വാമികളെ സന്ദർശിച്ചു. കണ്ടോ, അപ്പോൾ ഇതൊന്നും വിട്ടുകളയരുത്, ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ വർഷമൊക്കെ പഠിക്കുക. 1895 സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പിസ്വാമികളെ സന്ദർശിച്ചു. ശ്രീനാരായണ ഗുരു, ചട്ടമ്പിസ്വാമികൾ എന്നിവരുടെ ഗുരുവായിരുന്നു ആര്? തൈക്കാടയ്യ ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെയും ചട്ടമ്പിസ്വാമികളുടെയും ഗുരുവായിരുന്നു തൈക്കാടയ്യ ഗുരു. ഇനി ചട്ടമ്പിസ്വാമികളുടെ യഥാർത്ഥ പേര് എന്താണ്? യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നാണ്. ഇനി താഴെ തന്നിരിക്കുന്നതിൽ കേരളത്തിലെ ഒരു നവോത്ഥാന നായകനെ കുറിച്ചിട്ടുള്ളതാണ്. ഇത് ആരെ പറ്റിയിട്ടുള്ളതാണെന്ന് നോക്കുക. അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന് വാദിച്ചു. അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തി അവരുടെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി പ്രയത്നിച്ചു. ഈ ഒരു വാക്കുന്ന് തന്നെ നമുക്കിത് മനസ്സിലാവും. ഇത് ടെക്സ്റ്റിലുള്ളതാണ്. എന്താണ്? വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ. ഇതിങ്ങനെ ചോദിച്ചിട്ടുണ്ട്. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞത് ആരാണ്? ഏത് നവോത്ഥാന നായകനാ?
ചട്ടമ്പി സ്വാമികളാണ്. ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ. അപ്പോൾ ചട്ടമ്പി സ്വാമികളെ പറ്റിയിട്ടുള്ള ഈ 2 പ്രസ്താവനകളും ഒന്ന് പഠിച്ചിരിക്കുക. അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം, അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും. ഇനി ചുവടെ തന്നിട്ടുള്ളതിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച ഗ്രന്ഥം ഏതാണ്? ചട്ടമ്പി സ്വാമികൾ രചിച്ചിട്ടുള്ള ഗ്രന്ഥം ഇതിലേതാ? ഓപ്ഷൻ ഡി ആണ് പ്രാചീന മലയാളം. പ്രാചീന മലയാളം. ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? ആദിഭാഷ ചട്ടമ്പി സ്വാമികൾ. അപ്പോൾ ഇതൊക്കെ പഠിച്ചു വയ്ക്കുക. പ്രാചീന മലയാളം, ആദിഭാഷ. പിന്നെ ഏതാ? വേദാധികാര നിരൂപണം. അത് എഴുതിയതുമാര് തന്നെയാണ്? ചട്ടമ്പി സ്വാമികൾ തന്നെയാണ്. ചട്ടമ്പി സ്വാമികൾ തന്നെയാണ്. ഇനി വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ച നേതാവ് ആരാണ്? വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ച നേതാവാണ് ആരാണ്? ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭൻ. ഇനി മന്നത്ത് പത്മനാഭനെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ജോഡി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം ശരിയാണ്. എന്താണ്? നായർ സമുദായത്തിൻ്റെ ഉന്നമനത്തിനായിട്ട് നായർ ഭൃത്യജന സംഘം രൂപീകരിച്ചു. NSSന്റെ പഴയ പേരാണ് നായർ ഭൃത്യജന സംഘം. വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ച് മന്നത്തിൻ്റെ നേതൃത്വത്തിൽ എന്ത് നടത്തി? സവർണ ജാഥ നടത്തി. ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. തെറ്റാണ്. കണ്ണീരും കിനാവും ആരുടെയാ? VT ഭട്ടതിരിപ്പാടിൻ്റെയാണ്. ഇനി മന്നത്ത് പത്മനാഭനെ കുറിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം 3ഉം ശരിയാണ്. 1ഉം 2ഉം 3ഉം ശരിയാണ്. 1947 മുതുകുളം പ്രസംഗം, 1959 വിമോചന സമരത്തിന് നേതൃത്വം നൽകി ഭാരതകേസരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. 1935 കോഴഞ്ചേരി പ്രസംഗം, അതാരാ? സി കേശവനാണ് കേട്ടോ. ഇത് സി കേശവനാണ്. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് സി കേശവൻ. മുതുകുളം പ്രസംഗമാണ് മന്നത്തിൻ്റെ. ഇനി എൻ്റെ ജീവിത സ്മരണകൾ എന്ന ആത്മകഥ എഴുതിയത് ആരുടെയാ? എൻ്റെ ജീവിത സ്മരണകൾ മന്നത്ത് പത്മനാഭൻ്റെയാണ്. VT ഭട്ടതിരിപ്പാടിൻ്റെ നമ്മൾ കണ്ടു ഏതാ? കണ്ണീരും കിനാവും. ഇനി 1913 ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള കായൽ സമ്മേളനം സംഘടിപ്പിച്ചത് ആരാ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കായൽ സമ്മേളനം സംഘടിപ്പിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. പണ്ഡിറ്റ് കറുപ്പൻ. ഇനി കേരള ലിങ്കൻ എന്നറിയപ്പെടുന്നത് ആരാ? കേരള ലിങ്കൻ എന്നറിയപ്പെടുന്നതും പണ്ഡിറ്റ് കറുപ്പനാണ്. പണ്ഡിറ്റ് കറുപ്പൻ. ഇനി പണ്ഡിറ്റ് KP കറുപ്പൻ സ്ഥാപിച്ച സംഘടനകൾ ഏതൊക്കെയാണ്? പണ്ഡിറ്റ് KP കറുപ്പൻ്റെ സംഘടനകളിൽ തന്നിട്ടുള്ളതിൽ ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം 4ഉം. അരയ സമുദായം, ജ്ഞാനോദയം സഭ, കൊച്ചി പുലയ മഹാസഭ. അരയ സമുദായം, ജ്ഞാനോദയം സഭ, കൊച്ചി പുലയ മഹാസഭ. സമത്വ സമാജം ആരുടെയാ? വൈകുണ്ഠസ്വാമികളുടെയാണ്. ഇനി തിരുനാൾ കുമ്മി എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? തിരുനാൾ കുമ്മി. തിരുനാൾ കുമ്മി ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കറുപ്പൻ്റെയാണ്. അപ്പോൾ കണ്ടോ, അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാം. ജാതിക്കുമ്മിയുണ്ട്, തിരുനാൾ കുമ്മിയുണ്ട്. ഇനി പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ആരാ സ്ഥാപിച്ചത്? ഓപ്ഷൻ എ ആണ്. കുമാരഗുരുദേവൻ. കുമാരഗുരുദേവൻ. ഇനി കുമാരഗുരുവിനെ സംബന്ധിച്ചിട്ടുള്ള തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ഡി ആണ്. 4 മാത്രമാണ് തെറ്റ്. 1ഉം 2ഉം 3ഉം ശരിയാണ്. പൊയ്കയിൽ അപ്പച്ചൻ എന്നറിയപ്പെടുന്നു. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ. വെട്ടിയാട്ട് അടിലഹള ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടിലഹള ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ശരിയായിട്ടുള്ളത് ഏതാ? ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം ശരിയാണ്. 1ാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധവിരുദ്ധ ജാഥ, ഇമ്പോർട്ടൻ്റ് ആണ്, യുദ്ധവിരുദ്ധ ജാഥ നടത്തി പാട്ടുകളിലൂടെയാണ് തൻ്റെ ആശയം പ്രചരിപ്പിച്ചത്. ഇനി VT ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ കണ്ടെത്താനാണ് ചോദിച്ചിട്ടുള്ളത്. VT ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ടിട്ട് ഓപ്ഷൻ ഡി. ഇതെല്ലാം ശരിയാണ്. എല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ്? നാനാജാതി മതസ്ഥർ ഒന്നിച്ചു താമസിക്കുന്ന കൊടുമുണ്ട കോളനി എന്ന ആശയം, ഘോഷാബഹിഷ്കരണം, വിധവാ വിവാഹത്തിന് തുടക്കം കുറിച്ചു, മിശ്ര വിവാഹത്തിന് തുടക്കം കുറിച്ചു. ഇത് രണ്ടും നമുക്കറിയുന്നതാണ്. വിധവാ വിവാഹത്തിനും മിശ്ര വിവാഹത്തിനും തുടക്കം കുറിച്ചു. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വയ്ക്കുക. ഘോഷാപരിഷ്കരണം, കൊടുമുണ്ട കോളനി എന്ന ആശയം. ഇനി VT ഭട്ടതിരിപ്പാട് രചിച്ച അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. അപ്പോൾ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് ആരുടെ ഇതാന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാണ് രചിച്ചിട്ടുള്ളത്? VT ഭട്ടതിരിപ്പാടാണ്. അത് ഏത് സാഹിത്യ വിഭാഗത്തിലാണ് പെടുന്നത്? ഏതാണ്? നാടകമാണ്. അത് നാടകമാണ്. ഇനി കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളും പ്രസ്ഥാനങ്ങളും സംബന്ധിച്ച ശരിയായ ജോഡിയാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അതിൽ ശരിയായിട്ടുള്ള ജോഡി ഏതാണ്? ഓപ്ഷൻ സി ആണ്. എന്താണ്? വാഗ്ഭടാനന്ദൻ, ആത്മവിദ്യാ സംഘം, സഹോദരൻ അയ്യപ്പൻ്റെ സഹോദര പ്രസ്ഥാനം, വൈകുണ്ഠസ്വാമികളുടെ സമത്വ സമാജം, VT ഭട്ടതിരിപ്പാടിൻ്റെ യോഗക്ഷേമ സഭ.
ഇനി ചേരുംപടി ചേർക്കാനാണ് അയ്യങ്കാളി. അയ്യങ്കാളി ഏതാ നമ്മൾ ഓൾറെഡി പറഞ്ഞു, സാധുജന പരിപാലന സംഘം. പൊയ്കയിൽ കുമാര ഗുരുദേവൻ്റെയാണ് പ്രത്യക്ഷ രക്ഷാ ദേവസഭ. വാഗ്ബടാനന്ദൻ ആത്മവിദ്യാ സംഘം. വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം. അപ്പോൾ ഇതാണ് വരുന്നത്, ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി കേരളത്തിലെ നവോത്ഥാന നായകരും അവർ സ്ഥാപിച്ച പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള ജോഡിയാണ് ചോദിച്ചിട്ടുള്ളത്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെയാണ് കേരള മുസ്ലിം ഐക്യ സംഘം. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം. വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം. ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റായിട്ടുള്ളത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ തെറ്റായിട്ടുള്ളത് ഏതാ? ഓപ്ഷൻ ഡി ആണ് ഇതിൽ തെറ്റായിട്ടുള്ളത്. ബാക്കി വൈകുണ്ഠസ്വാമികൾ അയിത്തത്തിനെതിരെ കിണറുകൾ കുഴിച്ചു. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ക്ഷേത്രപ്രതിഷ്ഠ. അയ്യങ്കാളി കല്ലുമാല സമരം. സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് രാമകൃഷ്ണപിള്ളി അല്ല, വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഇനി നവോത്ഥാന ചിന്തകരും യഥാർത്ഥ പേരുകളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ ഡി. 2ഉം 3ഉം ഇവിടെ ശരിയാണ്. തൈക്കാട് അയ്യയുടെ ശരിക്കുള്ള പേരെന്താ? സുബ്ബരായർ. ചിന്മയാനന്ദ സ്വാമികളുടെ ബാലകൃഷ്ണ മേനോൻ. ചിന്മയാനന്ദ സ്വാമി ബാലകൃഷ്ണ മേനോൻ. ഇനി നാടകങ്ങളും അവരുടെ രചയിതാക്കളും തന്നിട്ടുണ്ട്. അതിൽ ശരിയായിട്ടുള്ള ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം ശരിയാണ്. ഋതുമതി പ്രേംജി. അടുക്കളയിൽ നിന്ന് രംഗത്തേക്ക് വി.ടി. ഭട്ടതിരിപ്പാട്. നവോത്ഥാന നായകരും കൃതികളും ഉൾപ്പെട്ട ഗ്രൂപ്പിൽ നിന്ന് ശരിയായിട്ടുള്ള തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉം ശരിയാണ്. വൈകുണ്ഠസ്വാമികൾ അഖിലത്തിരുട്ട്. ചാവറ കുര്യാക്കോസ് ഏലിയാസ് ആത്മാനുതാപം. അവരുടെ എഴുത്തുകളെ പറ്റിയിട്ടാണ്, കൃതികളെ പറ്റിയിട്ടാണ് തന്നിട്ടുള്ളത് ആത്മാനുതാപം. അപ്പോൾ ഇതൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക. ചാവറ കുര്യാക്കോസ് ഏലിയാസിൻ്റെയാണ് ആത്മാനുതാപം. വൈകുണ്ഠസ്വാമികളുടെയാണ് അഖിലത്തിരുട്ട്. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ്? ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ഓപ്ഷൻ ബി ആണ്, വാഗ്ബടാനന്ദൻ. അപ്പോൾ സിലബസിൽ പറഞ്ഞിട്ടുള്ള ആൾക്കാരെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇത്ര നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി അതിൽ പെടാത്തവരെ പറ്റിയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസും നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. സിലബസിൽ നിന്നുകൊണ്ട് മാത്രമല്ല, അത് സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഈ 7 പേരുടെ പേരാണ് സിലബസിൽ തന്നിട്ടുള്ളതെങ്കിലും അല്ലാത്തതും ചോദിക്കാം. ഇതൊക്കെ 10th പ്രിലിമിനറിക്ക് ചോദിച്ചിട്ടുള്ള തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ പഠിച്ചു വയ്ക്കാം. അപ്പോൾ എന്താണ്? സഹോദരൻ അയ്യപ്പൻ നേതൃത്വം നൽകിയ സാംസ്കാരിക പ്രസ്ഥാനം ഏതാ? സഹോദരൻ അയ്യപ്പൻ്റെയാണ് വിദ്യാഭൂഷണി. ഇനി തൈക്കാട് അയ്യയുമായി ബന്ധമില്ലാത്തതാണ് ഓപ്ഷൻ ബി ആണ്. 3 മാത്രമാണ് ബന്ധമില്ലാത്തത്. സമത്വ സമാജം വൈകുണ്ഠസ്വാമികളാണ് സ്ഥാപിച്ചത്. ഇനി തൈക്കാട് അയ്യാവിൻ്റെ പ്രധാന ശിഷ്യനായിരുന്നു ആര്? ശ്രീനാരായണ ഗുരു. തൈക്കാട് അയ്യായുടെ യഥാർത്ഥ പേരായിരുന്നു എന്ത്? സുബ്ബരായർ. ഇത് രണ്ടും ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ഇനി കന്യാകുമാരിയിലെ ശാസ്താംകോയിലിൽ ജനിച്ച കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാ? കന്യാകുമാരിയിലെ ശാസ്താംകോയിലിൽ ജനിച്ചിട്ടുള്ളത് ആരാണ്? ഓപ്ഷൻ സി ആണ്, വൈകുണ്ഠസ്വാമികളാണ്. ഇനി സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് ആരാണ്? സമപന്തി ഭോജനം സംഘടിപ്പിച്ചിട്ടുള്ളത് വൈകുണ്ഠസ്വാമികൾ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ്. 1813 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിൻ്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ. ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിൻ്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ ആരാണ്? ഓപ്ഷൻ ബി ആണ്, വൈകുണ്ഠസ്വാമികൾ. ഇനി തൂവയൽ പന്തികൾ എന്നറിയപ്പെട്ട കൂട്ടായ്മ സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികൾ. ഇനി ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീജ ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ചത്. ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പിനെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ചത് ആരാ? ഓപ്ഷൻ ബി ആണ്, വൈകുണ്ഠസ്വാമികളാണ്. ഇനി കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു വൈകുണ്ഠസ്വാമികൾ. അവരുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അതിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ എ ആണ്, 3 മാത്രം. ഇത് ഉൾപ്പെടുന്നില്ല. ബാക്കി ഇതെല്ലാം വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ടാണ്. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിളിച്ചു. സമപന്തി ഭോജനം, സമത്വ സമാജം, ഇതൊക്കെ എന്താണ്? വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ടതാണ്. മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പറഞ്ഞത് ആരാ? ശ്രീനാരായണ ഗുരു. ഇനി വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ടത്? ഇതെല്ലാം വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്, അയ്യാവഴി എന്ന മതം വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ചു. തിരുവിതാംകൂർ ഭരണത്തെ നീചഭരണം എന്ന് വിശേഷിപ്പിച്ചു. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി. ഇനി സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? നേരത്തെ പറഞ്ഞതാണ്, വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്.
ഇനി തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ, തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ പ്രസിദ്ധീകരണം ഇതിലേതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഇതെല്ലാം വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെയാണ്. ഐക്യ മുസ്ലിം സംഘം, സ്വദേശാഭിമാനി പത്രം, ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം, ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം, സ്വദേശാഭിമാനി പത്രം, ഐക്യ മുസ്ലിം സംഘം. ഇനി ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളി. ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയിട്ടുള്ള മലയാളിയാണ് ഓപ്ഷൻ സി, വക്കം അബ്ദുൽ ഖാദർ. വക്കം അബ്ദുൽ ഖാദർ. ഇനി സിസ്റ്റേഴ്സ് ഓഫ് ദ കോൺഗ്രിഗേഷൻ ഓഫ് ദ മദർ ഓഫ് കാർമൽ, CMC എന്ന സന്യാസി സഭ സ്ഥാപിച്ചത്. CMC എന്ന സന്യാസി സഭ സ്ഥാപിച്ചത് ഓപ്ഷൻ ബി ആണ്, കുര്യാക്കോസ് ഏലിയാസ് ചാവറ. കുര്യാക്കോസ് ഏലിയാസ് ചാവറ. വാഴത്തട വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നവോത്ഥാന നായകൻ. വാഴത്തട വിപ്ലവവുമായി ബന്ധപ്പെട്ടുള്ളത് ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറ. താഴെ പറയുന്നതിൽ മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ പ്രസിദ്ധീകരണങ്ങളിൽ പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ്, 2ഉം 4ഉം. അപ്പോൾ ഏതൊക്കെയാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ പ്രസിദ്ധീകരണങ്ങൾ എന്ന് നോക്കി വയ്ക്കുക. ഏതാണ്? ആത്മാനുതാപം, ഇടയ നാടകങ്ങൾ, നാലാഗമങ്ങൾ, ധ്യാനസല്ലാപങ്ങൾ. ഇതൊക്കെ ആരുടെയാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടേതാണ്. ഇനി ഓരോ പള്ളിയോടൊപ്പം ഓരോ സ്കൂൾ, പള്ളിയോടൊപ്പം പള്ളിക്കൂടം, അതാണ് ഓരോ പള്ളിയോടൊപ്പം ഓരോ സ്കൂൾ എന്ന സമ്പ്രദായം കൊണ്ടുവന്നത് ആരാ? കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ഇനി സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകത്തിൻ്റെ കർത്താവ്. സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകത്തിൻ്റെ കർത്താവ് ആരാണ്? അയ്യത്താൻ ഗോപാലൻ. അയ്യത്താൻ ഗോപാലൻ. അക്കമ്മ. ഇനി അക്കമ്മ ചെറിയനെ പറ്റിയിട്ട് ഇതൊക്കെ 2021 10th പ്രിലിംസ് ആണ് കേട്ടോ. 2021 ഈ എക്സാമിന് കുറേ എല്ലാ പേപ്പറിലും ഒരു 6 സ്റ്റേജസിലും മൊത്തം അക്കമ്മ ചെറിയാനെ പറ്റിയിട്ടും രാജാ റാംമോഹൻ റോയെ പറ്റിയിട്ടൊക്കെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കുകയാണ്. അക്കമ്മ ചെറിയാൻ്റെ ജനനം ചോദിച്ചിട്ടുണ്ട്. എവിടെയാണ്? കാഞ്ഞിരപ്പള്ളിയിലാണ്. കാഞ്ഞിരപ്പള്ളിയിലാണ്. ഇനി അക്കമ്മ ചെറിയാൻ എന്ന പുസ്തകം എഴുതിയത് ആരാ? അക്കമ്മ ചെറിയാൻ എന്ന പുസ്തകം എഴുതിയത് ആർ പാർവതി ദേവിയാണ്. ആർ പാർവതി ദേവിയാണ്. അതുപോലെ അക്കമ്മ ചെറിയാനെ തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത്, തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാ? ഗാന്ധിജിയാണ്. ഗാന്ധിജിയാണ്. അക്കമ്മ ചെറിയാനെ സംബന്ധിച്ച് ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്. ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നു. തിരുവനന്തപുരത്തെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നു. അക്കമ്മ ചെറിയാൻ്റെ ആത്മകഥ പഠിച്ചു വയ്ക്കുക. ജീവിതം ഒരു സമരം. ജീവിതം ഒരു സമരം. ഇനി 1114 കഥ എന്ന കൃതി എഴുതിയത്, 1114 കഥ എന്ന കൃതി എഴുതിയതും തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യ വനിത എന്ന് ചോദിച്ചാൽ ആര് തന്നെയാണ്? അക്കമ്മ ചെറിയാൻ തന്നെയാണ്. അക്കമ്മ ചെറിയാൻ തന്നെയാണ് ഇതിൻ്റെ ആൻസർ. 1114 കഥ. അതേപോലെ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യത്തെ വനിത. ഇനി ദേശസേവിക സംഘം സ്ഥാപിച്ചത് ആരാണ്? ദേശസേവിക സംഘം സ്ഥാപിച്ചതും അക്കമ്മ ചെറിയാനാണ്. അക്കമ്മ ചെറിയാൻ. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചത് ആരാണ്? സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദനാണ്. അപ്പോൾ കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആരാ? കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആഗമാനന്ദ സ്വാമികളാണ്. ആഗമാനന്ദ സ്വാമികൾ. കാരണം എന്താണ്? കാലടിയിൽ രാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചു. കാലടിയിലെ രാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ആരാണ്? ആഗമാനന്ദ സ്വാമികളാണ്. ആഗമാനന്ദ സ്വാമികൾ. ആഗമാനന്ദ സ്വാമി ആദ്യം ആശ്രമം സ്ഥാപിച്ചത് എവിടെയാണ്? ആദ്യം ആശ്രമം സ്ഥാപിച്ചത് പുതുക്കാടാണ്. പുതുക്കാടാണ്. ഇനി ആഗമാനന്ദ അന്തരിച്ച വർഷം. ആഗമാനന്ദ അന്തരിച്ച വർഷം ചോദിച്ചിട്ടുണ്ട്. 1961. 1961. ഇനി അമൃതവാണി, പ്രബുദ്ധ കേരളം എന്നീ മാസികകൾ ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? അമൃതവാണി, പ്രബുദ്ധ കേരളം. ആരുടെയാ? ആഗമാനന്ദ സ്വാമി. ആഗമാനന്ദ സ്വാമികളെ പറ്റിയിട്ടും ഒരുപാട് ചോദ്യങ്ങൾ അപ്പോൾ ആ പ്രിലിമിനറി എക്സാമിന് ഉണ്ടായിരുന്നു. ഇനി 1917 റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രം ഏതാണ്? 1917 റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രം മിതവാദിയാണ്. മിതവാദി. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ, അപ്പോൾ ഇനി നമ്മൾ കേരളത്തിലെ മുന്നേറ്റങ്ങളിലേക്ക് വരികയാണ്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ചോദിച്ചിട്ടുള്ളത്. സംഘടിത കലാപം ഏതാ? ആറ്റിങ്ങൽ കലാപമാണ്. അപ്പോൾ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം ചോദിച്ചു കഴിഞ്ഞാൽ അത് അഞ്ചുതെങ്ങാണ്. സംഘടിത കലാപം ചോദിച്ചാൽ അത് ആറ്റിങ്ങൽ കലാപമാണ്.
ഇനി എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? എവിടെ നിന്നുള്ളതാണ്? തലശ്ശേരി. ഓപ്ഷൻ ഡി, തലശ്ശേരിയിൽ നിന്നുള്ള. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാടിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാടിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല ഏതാണ്? അഞ്ചുതെങ്ങാണ്. ഓപ്ഷൻ ഡി, അഞ്ചുതെങ്ങ്. ഇനി കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം. കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള കലാപം ഏതാണ്? അഞ്ചുതെങ്ങ് കലാപം. അഞ്ചുതെങ്ങ് കലാപമാണ്. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം ഏതാ? അഞ്ചുതെങ്ങ് കലാപം നടന്നത് 1697 അഞ്ചുതെങ്ങ് കോട്ട പണികഴിപ്പിച്ചത് 1695 കേട്ടോ, കോട്ട. ഇനി അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ ഡി ആണ്, തിരുവനന്തപുരത്താണ്. ഒന്നാം പഴശ്ശി വിപ്ലവത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ്? ബ്രിട്ടീഷുകാരുടെ തെറ്റായിട്ടുള്ള നികുതി നയം. ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം 1793 മുതലായിരുന്നു. 93 മുതൽ 97 വരെയാണ്. 97 വരെ. ഇനി ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ്? പുരളിമല എവിടെയാ? കണ്ണൂരാണ്. ഏത് വിപ്ലവത്തിനാ? പഴശ്ശി വിപ്ലവം. ഇനി എടച്ചേന കുങ്കൻ നായർ, തലക്കൽ ചന്തു, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പു എന്നിവർ ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആരൊക്കെയാണ്? എടച്ചേന കുങ്കൻ നായർ, തലക്കൽ ചന്തു, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പു. ഇവരേത് കലാപവുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്? പഴശ്ശി കലാപം. താഴെ പറയുന്നവയിൽ ആരാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ചത്? ആരാണ് പഴശ്ശിരാജയെ സഹായിച്ചിട്ടുള്ളത്? ഓപ്ഷൻ സി ആണ്, തലക്കൽ ചന്തു ആണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ചത്. ഇനി പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആരായിരുന്നു? ഓപ്ഷൻ എ ആണ്, തോമസ് ഹാർവേ ബാബറാണ്. ഇനി പഴശ്ശിരാജാവ് വീരചരമം പ്രാപിച്ചത് എന്ന 1805 നവംബർ 30 നവംബർ 30. ഇനി പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായിട്ടുള്ള കറുവാത്തോട്ടം എവിടെയാണ്? കറുവാത്തോട്ടം അഞ്ചരക്കണ്ടിയിലാണ്. ഇനി പഴശ്ശി കലാപം പ്രമേയമാക്കിയ കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ. പഴശ്ശി കലാപം പ്രമേയമാക്കിയ കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്, M.T. വാസുദേവൻ നായരാണ്. ഇനി പഴശ്ശിരാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമാക്കിയ നോവലാണ് കേരള സിംഹം. ഇത് രചിച്ചത് ആരാണ്? കേരള സിംഹം രചിച്ചത് ആരാണ്? ഓപ്ഷൻ ബി ആണ്, സർദാർ കെ എം പണിക്കറാണ്. ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്രവിഭാഗക്കാർ. ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്തിട്ടുള്ള ഗോത്രവിഭാഗക്കാരാണ് കുറിച്യരും കുറുമ്പരും. ഇനി 1812 ആരംഭിച്ച കുറിച്യ കലാപത്തിൻ്റെ നേതാവ് ഓപ്ഷൻ ഡി ആണ്, രാമനമ്പിയാണ്. ഇനി കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല ഏതാണ്? ഓപ്ഷൻ സി ആണ്, മലബാറാണ്. മലബാറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിത ആരാണ്? A.V. കുട്ടിമാളു അമ്മ. കുണ്ടറ വിളംബരം നടന്നത് എന്നാണ്? കുണ്ടറ വിളംബരം നടന്നത് 1809 ജനുവരി 11. 1809 ജനുവരി 11. വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണ്? കേണൽ ലീഗർ. മേൽമുണ്ട് സമരം എന്നും വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യനീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു ഏത്? മേൽമുണ്ട് സമരം എന്നറിയപ്പെട്ടിരുന്നത് ഓപ്ഷൻ സി ആണ്, ചാന്നാർ ലഹളയാണ്. ചാന്നാർ ലഹള നടന്നിട്ടുള്ള വർഷം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, 1859. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയത് എന്നാണ്? 1859 ജൂലൈ 26. 1859 ജൂലൈ 26.
ഇനി ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ശരിയായിട്ടുള്ളത് ബി ആണ്. 1ഉം 2ഉം ശരിയാണ്. മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായിട്ട് തെക്കൻ തിരുവിതാംകൂറിൽ നടന്ന ലഹളയാണ് ചാന്നാർ ലഹള. 1859 മാറുമറയ്ക്കാനുള്ള അവകാശം ചാന്നാർ സ്ത്രീകൾക്കും അനുവദിച്ചുകൊണ്ടുള്ള വിളംബരം പുറപ്പെടുവിച്ചത് ഉത്രം തിരുനാൾ മഹാരാജാവാണ്. ഉത്രം തിരുനാൾ മഹാരാജാവ്. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഇതിലേതാണെന്ന് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്. 1ഉം 3ഉം ശരിയാണ്. മലബാർ കലാപം നടന്നത് 1924 മലബാർ കലാപത്തിന് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നു. ഇനി മലബാറിൽ 1930 നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രം ഏതായിരുന്നു? ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രം ഓപ്ഷൻ എ ആണ്. പയ്യന്നൂരായിരുന്നു. പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാ? ഓപ്ഷൻ ഡി ആണ്. കെ കേളപ്പനാണ്. ഇനി അറിയാം കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്. ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷം? AKG അറസ്റ്റ് ചെയ്തത് ഓപ്ഷൻ സി ആണ്. 1930 ഇനി കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാ? കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഓപ്ഷൻ ബി ആണ്. മുഹമ്മദ് അബ്ദുൾ റഹിമാൻ സാഹിബാണ്. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ആരുടെ നേതൃത്വത്തിലാണ്? ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ആരുടെ നേതൃത്വത്തിലാണ്? ഓപ്ഷൻ എ ആണ്. കെ കേളപ്പൻ്റെ നേതൃത്വത്തിലാണ്. ഇനി സമത്വ സമൂഹ സൃഷ്ടി എന്ന ലക്ഷ്യത്തോടെ അയിത്തോച്ചാടനം. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മാറ്റിയ കേരളത്തിലെ പ്രക്ഷോഭം ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ ഡി ആണ്. ഗുരുവായൂർ സത്യാഗ്രഹമാണ് ഇതിൻ്റെ ആൻസർ. ഗുരുവായൂർ സത്യാഗ്രഹം. എന്താ സമത്വ സമൂഹ സൃഷ്ടി എന്ന ലക്ഷ്യത്തോടെ അയിത്തോച്ചാടനം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മാറ്റിയ കേരളത്തിലെ പ്രക്ഷോഭം. 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിച്ചത് എവിടെയാ? ഓപ്ഷൻ എ ആണ്. തൃശ്ശൂർ. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം എന്നാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്? ഓപ്ഷൻ എ ആണ്. 1924. ഇനി വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തവരുടെ കൂട്ടത്തിൽ ശരിയായിട്ടുള്ള ജോഡി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാ ശരിയായിട്ടുള്ള ജോഡി? ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉം. TK മാധവനും KP കേശവമേനോനും. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? അതിൽ ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം 4ഉം ശരിയാണ്. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭമാണ്. TK മാധവനാണ് അതിന് നേതൃത്വം നൽകിയത്. മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ നയിച്ചു. എന്നാൽ AK ഗോപാലൻ വോളണ്ടിയർ ക്യാപ്റ്റനായത് ഗുരുവായൂർ സത്യാഗ്രഹമാണ്. ഇനി വൈക്കം സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ച് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടന്നത് എന്നാണ് നടന്നിട്ടുള്ളത്? ഓപ്ഷൻ ബി ആണ്. 1924 നവംബർ 1. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ ഓപ്ഷൻ ബി ആണ്. പുന്നപ്ര വയലാർ സമരം. തുലാം 10 സമരം എന്നറിയപ്പെടുന്ന സമരം ഏതാ? തുലാം 10 സമരം എന്നറിയപ്പെടുന്നത് പുന്നപ്ര വയലാർ സമരമാണ്. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ഏതാ? പുന്നപ്ര വയലാർ സമരം നടന്നത് 1946. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത നേതാക്കൾ ഉൾപ്പെടുന്ന ഉത്തരം കണ്ടെത്തുക. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത നേതാക്കൾ ആരൊക്കെയാ? ഓപ്ഷൻ ബി ആണ്. കുഞ്ഞമ്പു നായരും ചിരുവണ്ടനും. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം? സംഭവമാണ് ഓപ്ഷൻ ബി. മലയാളി മെമ്മോറിയൽ. തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ച സംഭവം? തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ചത് മലയാളി മെമ്മോറിയൽ എന്നത് 1891. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ള ജോഡി തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്. 1ഉം 3ഉം ശരിയാണ്. തിരുവിതാംകൂറിലെ ഉന്നത ഉദ്യോഗങ്ങളിൽ തമിഴ് ബ്രാഹ്മണർ വഹിച്ചിരുന്ന അപ്രമാദിത്വത്തിനെതിരെ 10,000-ലധികം പേർ ഒപ്പിട്ട ഭീമഹർജി മഹാരാജാവിന് സമർപ്പിക്കപ്പെട്ടു. 1891 മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. ഡോക്ടർ പൽപ്പു ആണ് മലയാളി മെമ്മോറിയൽ നേതൃത്വം കൊടുത്തെന്നുള്ളത് തെറ്റാണ്. ഡോക്ടർ പൽപ്പു ഈഴവ മെമ്മോറിയലിനാണ് നേതൃത്വം കൊടുത്തത്.
ഇനി തിരുവിതാംകൂറിൽ നടന്ന രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്, 3 മാത്രം. ഇത് മാത്രമേ ശരിയുള്ളൂ. എന്താ 1932 സംവരണം ആവശ്യപ്പെട്ട് ക്രിസ്ത്യൻ മുസ്ലിം ഈഴവ സമുദായം ചേർന്ന് നിവർത്തന പ്രക്ഷോഭം നടത്തി. ഇനി 1891 ഡോക്ടർ പൽപുവിൻ്റെ നേതൃത്വത്തിൽ ഈഴവ മെമ്മോറിയൽ. തെറ്റാണ്. എന്താണ് ഇത്? അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുകയാണ്. 1896 ഈഴവ മെമ്മോറിയൽ, 91 ബാരിസ്റ്റർ ജി പി പിള്ളയുടെ നേതൃത്വത്തിൽ മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. ഇനി 1896 ഈഴവ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത് ഓൾറെഡി നമ്മൾ പറഞ്ഞു, ആരാ? ഡോക്ടർ പൽപു ആണ്. ഡോക്ടർ പൽപു. മയ്യഴി ജനകീയ സമരത്തിന് നേതൃത്വം കൊടുത്തത് ആരാ? മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്ന IK കുമാരൻ മാസ്റ്റർ. IK കുമാരൻ മാസ്റ്റർ. ഇനി ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവം. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്നിട്ടുള്ളതാണ് കീഴരിയൂർ ബോംബ് കേസ്. തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്നത് 1949 1949. ഇനി ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച സംഭവം. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. ചുവടെ തന്നിട്ടുള്ളവയിൽ C. കേശവനുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവം. C. കേശവൻ ഓൾറെഡി പറഞ്ഞാണ്, കോഴഞ്ചേരി പ്രസംഗം. താഴെ തന്നിട്ടുള്ളതിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത്. അപ്പോൾ ഇതിൽ ഉൾപ്പെടാത്തത് വേലുത്തമ്പി കലാപമാണ്. ഇതൊക്കെ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ഇനി പൂക്കോട്ടൂർ സംഭവം ഏത് സമരവുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? പൂക്കോട്ടൂർ സംഭവം ബന്ധപ്പെട്ട് കിടക്കുന്നത് മലബാർ കലാപവുമായിട്ടാണ്. മലബാർ കലാപം. ഇനി താഴെ പറയുന്നവയിൽ ശരിയായ കാലഗണനാ ക്രമത്തിലുള്ളത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഓർഡർ, ആ കറക്റ്റ് ഓർഡർ പറയാനാണ്. എന്നാണ്? വൈക്കം സത്യാഗ്രഹമാണ് ആദ്യം നടന്നത്. പിന്നെ ഗുരുവായൂർ 1924. പിന്നെ ഗുരുവായൂർ സത്യാഗ്രഹം. ക്ഷേത്രപ്രവേശന വിളംബരം 1936. പാലിയം സത്യാഗ്രഹം 1947. ചോദിച്ചിട്ടുള്ള കേട്ടോ, പാലിയം സത്യാഗ്രഹം 1947. ഇനി കാലഗണനയനുസരിച്ച് ക്രമപ്പെടുത്താനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാലോ, കുണ്ടറ വിളംബരം എപ്പോഴാണ്? 1809. മലയാളി മെമ്മോറിയൽ 1891. നിവർത്തന പ്രക്ഷോഭം 1932. ഗുരുവായൂർ സത്യാഗ്രഹം 1931. ഓക്കെ. അപ്പോൾ ഇതിങ്ങനെ അതിൻ്റെ ഓർഡർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 1, 3, 4, 2. ഇതിൻ്റെയൊക്കെ വർഷങ്ങൾ പഠിക്കണം കേട്ടോ. ഇനി കേരളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാ? വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് ആരാണ്? ഓപ്ഷൻ എ ആണ്, ഗൗരി പാർവതിബായി. 1916 മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം പാലക്കാട്ട് വെച്ച് നടന്നു. അതിൻ്റെ അധ്യക്ഷനാരായിരുന്നു? അപ്പം മലബാർ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം 1916 എവിടെയാണ്? പാലക്കാടാണ്. അതിൻ്റെ അധ്യക്ഷനാരായിരുന്നു? ഓപ്ഷൻ ഡി, ആനി ബസന്റ് ആയിരുന്നു. സ്വാതന്ത്ര്യാനന്തരം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം. സ്വാതന്ത്ര്യാനന്തരം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം നടന്നത് പയ്യന്നൂരാണ്. അതിൻ്റെ അധ്യക്ഷൻ നെഹ്റു ആയിരുന്നു. ഇനി കേരളത്തിൽ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത് എപ്പോഴാണ്? കേരളത്തിൽ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത് 1957. ഇനി 1947 ഐക്യ കേരള കൺവെൻഷൻ നടന്നത്. 1947 ഐക്യ കേരള കൺവെൻഷൻ നടന്നത് എവിടെയാണ്? തൃശ്ശൂരാണ് ഐക്യ കേരള കൺവെൻഷൻ നടന്നത്. ഇനി കാലഗണനയനുസരിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു 150ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഈ ലാസ്റ്റ് പറഞ്ഞൊക്കെ നമ്മൾ സിലബസിൽ നമ്മൾ പറയാത്തതാണ്. എന്നിരുന്നാലും 10th പ്രിലിമിനറിക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുക. അതേപോലെ ഇതിൻ്റെ 1 ഷോട്ട് വീഡിയോയും ഈ പ്രീവിയസ് ക്വസ്റ്റ്യനും പഠിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് 10 മാർക്കിൽ മാക്സിമം മാർക്കും സ്കോർ ചെയ്യാനായിട്ട് പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്